എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടാവുമല്ലോ. ഇതൊരു ഡിഫറെന്റ് വേൾഡ് ആണ്, അഡ്വഞ്ചറസ് സിനിമയാണ്. അപ്പോൾ ജയറാമേട്ടനെ ശരിക്കും എന്താ അതർ ലാംഗ്വേജിൽ ഭയങ്കര ഫാസിനേറ്റ് ചെയ്യിക്കുന്നു? അങ്ങനെയില്ല. എനിക്കിപ്പോ മലയാളത്തിലാണെങ്കിൽ ഒരു പക്ഷേ ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ കിട്ടില്ല, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല. ഇനി അതങ്ങനെയാണ്. അത് ആ സിനിമയ്ക്ക് വേണ്ടി ഒരിക്കലും മലയാളത്തിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിക്കാനും സാധ്യതയില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു ആ ക്യാരക്ടർ. അത് ചെയ്തു, അത് നന്നായി എന്ന് ഡയറക്ടർ പറഞ്ഞു, നന്നായി എന്ന് കൂടെയുള്ള കോ ആർട്ടിസ്റ്റ് ഒക്കെ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു എന്ന്. അപ്പോൾ അത് അവരുടെയൊക്കെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇതല്ലേ, വേറെ ഭാഷയിൽ പോയിട്ട് നമ്മൾ. അതെ. biggest takeaway from Jairam sir, honestly I'm telling you, I have not come across somebody so humble. For being such a big actor, he just travels alone. He does all his work by himself. He is okay to work along with us without vanity, without any comforts. He was, I'm not exaggerating, he was literally living in a tent in Rann of Kutch on sand. He was sleeping with us along with us in that sand, being so simple after having done so much of work in the industry. That is something that we all have to learn from him. അല്ല, അത് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഒരു മരുഭൂമിയിലൊക്കെ അറ്റത്ത് ഒരു പാകിസ്ഥാന്റെ ബോർഡറാണ് അവിടെ കിടക്കാൻ, അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. ഒരു ടെന്റ് മാത്രം, ഒരു ടെന്റിന്റെ ഭാഗത്തെ കൊണ്ട് ഒരു ടെന്റ് എനിക്ക് കിട്ടി, നിലത്തൊരു തുണി വിരിക്കുക, അവിടെ കിടക്കുക, നല്ല ഭയങ്കര തണുപ്പാണ് രാത്രി. Teja, it's like all the movies, it's like breaking your comfort zone again and again. So is that something not actors will do for a very long time, breaking that comfort zone? So what is Mirai for you in that zone? Are you saying that I'm breaking my comfort zone or not? Breaking your comfort zone. I am actually. I definitely want to give something new to the audience every time I deliver something, and I want to make something that is clean and audience should have an auditorium experience in the theaters. So for that, whatever effort we have to put in, however difficult it is for us, we are ready to do all of it. മറ്റു ഭാഷകളുടെ അഭിനയിക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്ന വലിയ വിജയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ലോക പോലൊരു സിനിമ ഇന്ത്യ മൊത്തം ചർച്ചയാകുന്നു. 42 വർഷത്തിന് ശേഷം ഒരു സംവിധായകരുടെ നടനും ഹൃദയപൂർവ്വത്തിന് ശേഷം ഡയറക്ടർ സത്യനന്ദിയോട് ഒരുമിക്കും ആ സിനിമ വലിയ വിജയമാകുന്നു. അവിടെയൊക്കെ ഒരു ചർച്ചയാണ്. അവിടെയൊക്കെ ഒരു സ്റ്റാറിനെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലെ കാര്യങ്ങൾ വലിയൊരു പ്രതീക്ഷയോടെ, വലിയ എന്താ പറയുക, വലിയൊരു അത്ഭുതത്തോടുകൂടി പറയുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള അഭിമാനത്തെ മാത്രമാണ്. വളരെയധികം ഏറ്റവും നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്ന കാര്യമില്ല. മറ്റ് ഭാഷകളിൽ ചെല്ലുമ്പോൾ അവരെന്ത് റെസ്പെക്റ്റാണ് മലയാള സിനിമയിൽ കൊടുക്കുന്നത്. മലയാളത്തിലെ ഓരോ ചെറിയ അതിപ്പം മുതലല്ല കേട്ടോ, അത് ഞാൻ പണ്ട് മുതലേ ഞാൻ തമിഴ് സിനിമകളിൽ പണ്ട് തൊട്ടേ ഞാൻ അഭിനയിക്കുന്നതാണ്, എത്രയോ വർഷം മുമ്പ് അഭിനയിക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ മണിരത്നം പോലെയുള്ള അല്ലെങ്കിൽ അന്നത്തെ വലിയ ഡയറക്ടേഴ്സൊക്കെ ഇവിടുത്തെ നമ്മുടെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ആക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചോദിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഒരു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഒരു മാമുക്കോയ, ഒരു ജഗദീശ്വരം, അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം എത്ര വർഷം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന കാര്യമില്ല ഓരോ സ്ഥലത്തില്ല. ഇതുവരെ ജയറാമിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് തമിഴിലും തെലുങ്കിലും ഒക്കെ പോകുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ പെട്രോള് ആ ഡോക്ടർ വേഷമൊക്കെ ഒരിക്കലും ജയറാമിന്റെ മലയാളത്തിൽ ചിലപ്പോൾ അങ്ങനെ ആളെ വിഭാവനം ചെയ്യാൻ സാധ്യതയില്ല. ഇതിലിപ്പോ നോക്കുമ്പോൾ ഒരു മുനിവരനായിട്ടൊക്കെയാണ് തോന്നുന്നത്. അതാണ് ശരിക്കും എക്സൈറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയില്ല, അത് സിനിമ കാണുമ്പോൾ പറഞ്ഞാൽ എൻ്റെ ഇത് കളയുന്നില്ല. അത് ഏറ്റവും ക്രൂഷ്യലായിട്ട് ഹീറോനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് സമയത്ത് മുഴുവൻ. അപ്പോ അത് അങ്ങനെ എന്താ പറയുക, അത്ര നല്ലൊരു ക്യാരക്ടറാണ്. അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ചെയ്തപ്പോൾ. And we have to perform high-octane action sequences also, but there is no real locations, there is no real people. So how difficult was that? And what's your take on the new wave of Malayalam cinema? The most recent happening that is Loga. Sir, first of all that we have achieved in the film, all that you are watching on in the trailer or the teasers is actually live locations, sir. We didn't use any green screens.
it's all live locations except for that creatures, except for that thing. That is what we were telling. We went to very difficult places to shoot all these things. All those were live locations. But shooting in live locations in such locations was more difficult than doing on a green mat, definitely. But yes, we wanted to deliver something that looks very real, something that is natural. So we went until there to achieve that kind of visual. That's one thing. And about your second question, the new wave of Malayalam cinema, we are all really very proud. I am particularly very happy being if I may say, a part of Indian superheroes. I'm very happy that a new Indian superwoman is out there, and I wish someday all these superheroes will collaborate in one Indian film and make it a real big Indian film out there in the market. Minnal Murli, Loka, Hanuman, or Veda from Mirai, all these people should come together one day, and I hope an Avengers Endgame should happen. Yeah. കോസ്റ്റ്യൂംസിലൊക്കെ ഇപ്പൊ ഭീകര അപ്ഡേഷനാണ്. ഈ കാളിദാസിന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്നതാണോ ഇത് ഈ യൂത്തിനെസിന്റെ കാരണം? അയ്യോ അതില്ല, ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ഇത് സാധാരണ ഷൂട്ടിങ്ങിന് ചുമ്മാ പോകുമ്പോൾ ഞാൻ കാലത്തിട്ടോണ്ട് പോയതാണ്. അപ്പൊ തിരിച്ചു വരാൻ നേരത്ത് വേറെ ഡ്രസ്സൊന്നും ഇല്ല എൻ്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇട്ടോണ്ട് വന്നതാണ്. ഈ മകളുടെ ഷൂട്ടിംഗ് സമയത്ത് നസ്രിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഒളിച്ചിരുന്ന് പഠിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. തേജയിൽ നിന്ന് എന്താ ഒളിച്ചിരുന്ന് പഠിച്ചത്? ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴല്ലേ നമ്മൾ പുതിയ ഓരോന്നൊക്കെ പഠിക്കുന്നത്. എല്ലാം മാറി നിന്ന് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി പഠിക്കുക, അതാണ്. അല്ലാണ്ട് അവർ നമ്മുടെ നിന്നല്ല, നമ്മൾ അവരുടെ നിന്നല്ലേ പഠിക്കുന്നത്. ഇപ്പോൾ പുതിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാളിദാസനല്ലാതെ പുതിയ കാളിദാസന്റെ ഫ്രണ്ട്സായിട്ട് അതിനകത്ത് കുറേ പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ കാലത്ത് തൊട്ട് അവരുടെ കൂടെയാണ് ഇരിക്കുന്നത്. അവരുടെ സംസാരം, കാര്യങ്ങൾ, അവരെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, നല്ല നമുക്കിപ്പോൾ അവരുടെ കൂടെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇന്നും പഴഞ്ചനായിട്ടിരിക്കില്ല, അതാണ്. അതുപോലെ ഇപ്പൊ ലോകം തെലുങ്ക് അവരെന്നെ പറയുന്ന വെച്ചാല് ഇത്ര ചെറിയ ബഡ്ജറ്റ് ഇത്ര ക്രിയേറ്റീവ് ആയിട്ട് സബ്ജക്ട് എങ്ങനെ സാധിക്കുന്നത്? കാരണം അവരൊരു ചെറിയൊരു സോങ്ങിന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വലിയൊരു ബഡ്ജറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജയറാമന്റെ ഇത്രയും ലാംഗ്വേജിൽ പല സിറ്റികൾ പല ലൊക്കേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ക്രിയേറ്റീവായി കണ്ടന്റുകൾ വരുമ്പോൾ പഴയൊരു കാലത്ത് ആ ഒരു ഫീലിംഗ് വരുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ഒരു 100 കോടി ബഡ്ജറ്റിൽ ഒരു സിനിമ എടുത്തിട്ട് അതിനൊരു 25 കോടിയുടെ വിഷ്വൽ എഫക്ട്സ് കൊണ്ടുവരാൻ പറ്റുന്നതിലും ഭയങ്കര ലോക പോലത്തെ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു 30 കോടി ബഡ്ജറ്റിലെടുത്ത സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമ്മളെ കാണിക്കുന്ന എത്ര 100 കോടിക്ക് മുകളിലുള്ള ബഡ്ജറ്റിന്റെ എഫക്റ്റുകൾ കൊടുത്തിരിക്കുന്നത്. അത് ആ ടെക്നീഷ്യൻസിന് തന്നെ കൊടുക്കേണ്ട ഇതാണ്. അവർക്ക് 100% കൊടുക്കേണ്ട ഒരു കയ്യടി തന്നെയാണ്. അത് ഭയങ്കര മറ്റേ എല്ലാ ഭാഷ എന്നല്ല, ലോകം മുഴുവൻ കണ്ടുപഠിക്കേണ്ടതാണ്.